യോഹന്നാൻ ചേട്ടാ, യോഹന്നാൻ ചേട്ടോ. ഏതവനാവും വെള്ളം കയറുന്നതിന് മുമ്പ് എന്നെ കെട്ടിയെടുത്തിരിക്കുന്നതിന്റെ കർത്താവേ. മേരി പൊന്നനിയത്തി. ആ ദുഷ്ടം വരുന്നുണ്ട്. എന്റെ കാശ് വന്നിട്ട് പോ. വെള്ളിയാഴ്ച രാവിലെ വന്നോളൂ. ആധാരം ഇത് ഞാൻ സൂക്ഷിച്ചോളാം. ഈ കാലമാടനെ പെട്ടിയിലോട്ട് കെട്ടിയെടുക്കാതെ ബാക്കിയുള്ളവനെ ജീവിച്ചു പോകത്തില്ലല്ലോ എന്റെ കർത്താവേ. പറഞ്ഞു ഇപ്പൊ തന്നെ 2 ആളോട് ഇറങ്ങി ഓടിപ്പോയോ? കണ്ണ് കാണാൻ പാടില്ലേ? എനിക്ക് 5 രൂപ പോയി കിട്ടി. ഓ, നിന്റെ 8 ഉലുവ എന്നോട് 1000 വാങ്ങിയിട്ട് കാശും തരില്ല, മാസാന്ത സന്തോഷവും തരില്ല. ഇവന്റെയൊക്കെ സ്ഥാവര ജംഗമ സാമാനങ്ങൾ കൊണ്ടിടാനേ സ്ഥലം തയ്യാണ്ടായി. ഡബിൾ സ്ട്രോങ്ങാ. തോന്നിയ വിലക്ക് വിറ്റോ. പക്ഷെ കാശ് എന്റെ കയ്യിൽ വരണം. പിന്നെ ഞാൻ എന്നത്ര ഈ നാശം പിടിച്ച പണിക്ക് നിൽക്കുന്നത്? പറഞ്ഞു. ഇപ്പൊ നീ ഒന്ന് ചൊറിഞ്ഞു. കട തുടങ്ങാൻ നേരത്ത് 10,000 രൂപ നീ എണ്ണി മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതിന് മാസാമാസം പലിശ തരുന്നില്ലേ? പലിശയല്ല, സന്തോഷം. സന്തോഷം തരുന്നില്ലേ? തരണല്ലോ. ഇത് ഇന്നത്തെ 5 കുപ്പി മറ്റവൻ. ഇത് പാലിന്റെ. ഇത് മേരിയുടെ ഇന്നലത്തെ ശമ്പളം. അധ്വാനിക്കാൻ മേരിയും ശമ്പളം പറ്റാൻ ചേട്ടനും. എടീ, എന്താ വിളിച്ചേ? കള്ളതിന്റെ അപ്പൻ. എന്റെ ഈശോയെ, 40-ാം ദിവസം എല്ലാം കൂടി ഇടിച്ചു പൊളിക്കാൻ നിൽക്കുക കാലമാടൻ മേനോൻ. അതിനിടയ്ക്ക് കള്ളം വീട്ടിൽ കയറി എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോയോ? എന്റെ ആധാരം. ഭയങ്കര അത്ഭുതമാണത്. എങ്ങനെ ഞാനിവിടെ എത്തി? പഠിച്ചോനെ, ഉറങ്ങിയ സ്വർഗത്തില്, ഉണർന്നത് നരകത്തിലോ? അതൊരു ചീപ്പ് ലുക്കുള്ള നരകം. തമിഴ് പുലികളാണെന്നാ പറയുന്നത്. ആയിക്കൊടുന്നില്ല, ഇടുക്കി വരെ എത്തിയിട്ടുണ്ടെന്നാ പത്രത്തിൽ വായിച്ചത്. ഏത് പുലിയായ എന്താ? ഈ വീട് മാത്രമേ കണ്ടുള്ളൂ. എല്ലാവരും ആയുധങ്ങൾ കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണിത് സ്ഥലം? ആരാണത്? അകത്തെന്റെ വാപ്പിയും കൂട്ടക്കാരും നായിന്റെ മാൻ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഈ സ്ഥലത്തിൽ പെശക. ആടാ, ഗുലാം മുഹമ്മദ് കരീം താൻ അതിനേക്കാൾ പെശകാണ്ട. തമിഴല്ലല്ലോ പറയുന്നത്. മലയാള പുലികളോ? ആടാ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എവിടെ അനുവദിക്കില്ല അല്ലേ? എവിടെ ചെന്നാലും കച്ചറ. കച്ചറാണ് ഞാനും കച്ചറ. ദാദാ ദാദാ എന്ന് പറഞ്ഞ് അവസാനം ദാദാവിന്റെ എന്നാൽ ആ തന്നെ. ഇന്നെപ്പറ്റി വെലുങ്ങിനാർക്കും തിരിയില്ലല്ലേ? ഇന്നലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങണിയല്ല. മോനെ ലംബു, നിന്നെ ഞാൻ ഉണർത്തുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ ബോഡി ഗാർഡ് എന്നും പറഞ്ഞ് നടക്കുന്നത്? എന്റെ കുട്ടി സുഖമായി തുടങ്ങിക്കോ. ഇറങ്ങി വേടാ. വരണടാ, വരണോട് വെച്ച് കാണാം. സംസാരിച്ചു വഷളാക്കാൻ നിൽക്കാണ്ട് ഇറങ്ങി വാടാ. ആണ് അങ്ങോട്ട് തന്നെയാണ്ട വരണേ. എന്നാ ഇറങ്ങി വാടാ. നിങ്ങളത്തെ ഒരാളുടെ കൂട്ടത്തിൽ കൂട്ടം ഒരു വളച്ച പണി കഴിച്ചടാ. അവന്റെ പാന്റും ഷർട്ടും ഇട്ട് പരിശോധിക്കടാ. പുലിയാണെങ്കിൽ പറയടാ. നിങ്ങൾ എത്ര പേരുണ്ടാകത്ത? നമ്മള് 2 ആള്. കള്ളന്മാരാണോ അതോ പുലികളാണോ? അങ്ങനെ ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ ചോദിക്കാം, നിങ്ങൾ പുലികളാണോ കള്ളന്മാരാണോ? അപ്പൊ അതല്ലേ ഞാനും ചോദിച്ചത്. മഴ പുറത്തപ്പെടല്ല, പൊടിഞ്ഞോ ചാത്ത കിട്ടില്ല. അതോ ഒന്ന് താത്ത് താത്ത് ചവിട്ടല്ല ചവിട്ടല്ല. അന്നോ ആരുമില്ല എന്നെ സഹായിക്കാൻ. വില്ലും വന്നിച്ച് ആരും സഹായിക്കാനില്ല. ഒരു മനുഷ്യൻ എങ്ങനെ അടിച്ചിട്ട് നമ്മോ ഒന്ന് വാടാ. അയ്യോ, കണ്ണിലിട മോത്ത്. എനിക്കൊന്നും കാണണ്ടേ. അടിക്കല്ല പോലെ. ഓ, എന്താ 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 പ്രശ്നം? താനാരാ നീ ചോദിക്കാൻ? ഞാൻ ഇയാളുടെ കൂട്ടത്തിലുള്ള ആളാ. എടാ, നീ കൂട്ടത്തിലുള്ള ആളാണ്. നിങ്ങളെങ്ങനെ ആ വീടിനകത്തെത്തി? ഓ, അതാണോ കാര്യം? ഞങ്ങളെ ആ വീട്ടിലെ താമസക്കാരാ. താമസക്കാരോ? ഉടമസ്ഥനായ ഞാറിയായത് ആ വീട്ടിൽ താമസക്കാരോ? വേല ഇറക്കല്ലേ? അതെ, മാന്യന്മാരായ 2 താമസക്കാര് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീട് വൃത്തിയാക്കിയിട്ടതാ. അപ്പോഴാ ഈ 2 എന്താ യോന ചേട്ടാ ഇവര്
ഇവരാ നമ്മൾ ഇന്നലെ പറഞ്ഞ പുതിയ താമസക്കാര്. രാത്രിയിൽ അവിടെ കൊണ്ട് വിട്ടത്. എന്റെ കർത്താവേ, എന്നാ ഈ വിവരമൊന്നും പറയണ്ട. പറയാനൊരു ഗ്യാപ്പ് കിട്ടണ്ട നിങ്ങൾ അതുകൊണ്ട്. ഹലോ, എന്താ ഇത്ര നേരത്തെ പോന്ന്? കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ എന്റെ ശല്യം ഉണ്ടാവില്ലേ? ഈ എന്റെ കുട്ടിയല്ലേ മോനെ. മോർണിംഗ്. CBI കൊണ്ട് അന്വേഷിപ്പിക്കുന്ന കാര്യം മന്ത്രി വിളിച്ചു ചോദിച്ചപ്പോൾ ഒക്കെ പത്രവാർത്തകൾ ഉണ്ടാക്കുന്ന കാര്യം വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞത്. അതൊരു കണക്കിന് നേരാ. ഇവിടുത്തെ പോലീസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാലോ? ദിവസങ്ങൾ എത്രയും വല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടോ? നോക്കാം. ആരാന്നായിരിക്കും. തോമച്ചേട്ടാ, കണ്ട അലവലാദികളെയൊക്കെ വിളിച്ചു കയറ്റി കൊളമാക്കണ്ട. നീ ഇരിക്ക്, ഞാൻ നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എഴുന്നേക്കട തെണ്ടി അവിടുന്ന്. എടാന്നോ? ഒരിക്കലും നീ എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. മര്യാദടാ, ഏട്ടാന്ന് വിളിക്കണം. നമ്മളെ ഒരച്ഛന്റെ മക്കളാ. തോമച്ചേട്ടാ, പിന്നെ തെണ്ടിന്ന്. അതൊരു കണക്കിന് ശരിയാ. ഞാൻ ഒരു തെണ്ടിയാ, ജന്മം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ തെണ്ടിയേട്ടാ എന്ന് വിളിക്കാം. തലയ്ക്ക് സ്ഥിരത ഇല്ലാത്തവർക്ക് കാര്യം ഇരിക്കാനുള്ള സ്ഥലമില്ലത്. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. വേണ്ട. എഴുന്നേറ്റ് ഇനി ഇറങ്ങ്, പുറത്തിറങ്ങ. പുറത്തെങ്കിൽ പുറത്ത്. പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തായി പോവും. വിരോധമില്ലല്ലോ. ഇറങ്ങി പോടാ പുല്ലേ. കർത്താവേ, ഈ ബാധയോ? ഈ ബാധ കേറി തുടങ്ങിയതേ ഉള്ളു ചേട്ടാ. ദേ, യവൻ കൊച്ചനാ, ഒന്നും അറിയാൻ പാടില്ലാത്ത ചള്ളു ചെക്കൻ. ഇത്തിരി നരയും കഷണ്ടിയൊക്കെ കേറിയ ചേട്ടൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഇവൻ ജനിക്കണതിന് മുമ്പ് ഇവന്റെ തന്തയ്ക്കുണ്ടായ കള്ളക്കോളാണ് ഞാനത്. കൈയെടുക്കടാ നായിന്റെ മോനെ എന്ന് ഞാൻ പറയില്ല. പറഞ്ഞ നമ്മുടെ അച്ഛൻ ഈ കണ്ടു കാണപ്പെട്ടതിന്റെ ഒക്കെ ഉടമ MRS മേനോൻ നായായി പോവും. നമ്മൾ രണ്ടാളും ആ നായിന്റെ മക്കളും. ഞാൻ നഷ്ടപ്പെടാൻ ഒരുപാടുള്ളവർക്കാടാ ചാവാൻ പേടി. നിനക്കത് കാണും. നോക്കി കഥ പിടിച്ച് പുറത്താക്കണോ? അതെ, കൊച്ചു തമ്പുരാൻ പറഞ്ഞു എന്ന് വെച്ച് ചാടി പുറപ്പെടല്ലേ. ചാടി ഞാൻ ചീത്തയാക്കും. പിന്നെ ഈ കാണുന്നതെല്ലാം എന്റെയും കൂടെ വകയാ. പിടിച്ച് പുറത്താക്കാതെ തന്നെ ഞാൻ പോവും. വിളിക്കാതെ തിരിച്ചു വരികയും ചെയ്യും. തടയാൻ നിന്നെ കൊണ്ടാവില്ല. നീ പോട്ടെ പോട്ടെ. ശത്രുക്കളുടെ ഓരോ കളികളെ മോഞ്ചല്ലേ. ഇതിന്റെ ഡാർലിംഗ് അല്ലേ? നമുക്ക് പോവാ. എങ്ങോട്ട്? പുല്ലൂരാമ്പാറക്ക്. അതെ, നേരെ ഒന്ന് സന്ധ്യയായി കേട്ടോ. വല്ലവരും കണ്ട എന്റെ കച്ചവടം പൂട്ടി പോകും. അതിപ്പോ ഇവിടെ എന്തുണ്ടായി? ഞാൻ എന്തോ ചെയ്തവളെ? ഇത് ആദ്യചേട്ടന്റെ ഒരു കാര്യം. ചാരായ കച്ചവടം ആരെങ്കിലും കാണുന്നല്ലേ പൊറിഞ്ചു പറഞ്ഞത്? പൊറിഞ്ചു ചെല്ല്, ഞാൻ നോക്കിക്കോളാം. ആദ്യചേട്ടൻ കുടിക്കേ. ഇനി കാശ്. നിനക്ക് കാശാണോ വലുത്, സ്നേഹാണോ വലുത്? എനിക്ക് തീവണ്ടിയാ വലുത്. അത് നീ തമാശ പറഞ്ഞല്ലേ. എവിടെടാ യോഹന്നാൻ, ആ മിലിറ്ററിക്കാരൻ? പറയടാ. നിന്റെ ആങ്ങളയ്ക്ക് പുതിയ 2 താമസക്കാർ വന്നിട്ടുണ്ടല്ലേടി? ഇതെല്ലാം കൂടി ഇടിച്ചു നിരത്താൻ ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. അതിനു മുമ്പ് പോരുന്നതങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചു യോഹന്നാൻ, അല്ലേ? അവരെന്തേ ആ പുതിയ കഥാപാത്രങ്ങള്? ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എവിടെ പോവാൻ? അവനെന്തേ നിന്റെ ചങ്ങാതി? എന്തിനാ? ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ. നിങ്ങൾ അതിന്റെ ആളാ? എന്നാ പിന്നെ ഓനെക്കാട്ടി മുത്ത ഞാൻ ഇവന്റെ പെട്ടിയും കിടക്കൊന്ന് ശരിക്കും പാക്ക് ചെയ്ത് കൊടുക്കും. ടെമ്പൂന്റെ കൂടെ ഞാൻ വന്ന് ഓല്ല ഞാൻ പോവില്ലവിടെ. ഹലോ, അന്വേഷിച്ചു എന്ന് പറഞ്ഞു. മറ്റവനവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്ന് നേരം കളയാതെ ചെല്ല്. എങ്ങോട്ടാണാവോ? എങ്ങോട്ടായാലും കൊള്ളാം, പോയിക്കൊള്ളണം. ഇനി ഈ നാട്ടിൽ രണ്ടുപേരും കണ്ടുപോരുത്, മനസ്സിലായോ? പല രീതിയും ഞങ്ങൾക്കറിയാം. അതിലേറ്റവും മാന്യമായ രീതിയിലാണ് നിന്നോട് പറയുന്നത്, സ്ഥലം വിട്ടോളാൻ. അതല്ല ഇവിടെ നിന്ന് അഭ്യാസം കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയണോ? പറയണം, ധൈര്യമായിട്ട് ബാക്കി കൂടി പറയണം. ഒരുപാട് കായലും കടലും ഒക്കെ ഉണ്ട് ഈ നാട്ടില്. ശവം പോലും കാണില്ല രണ്ടിന്റെയും. ആരുടെ ശവം കൊണ്ടിട്ടാലും വേണ്ടാന്ന് കായലും പറയൂല, കടലും പറയൂല. ഈ പറഞ്ഞൊക്കെ തനിക്കും ബാധകമാണോ?
ഓഹോ, അപ്പൊ നീ കളി കണ്ടേ ഇവിടുന്ന് പോകുമല്ലേ? കളി കണ്ടല്ല, കളി പഠിപ്പിച്ചിട്ടാ ഞാൻ പോകൂ. ഒന്ന് പോണം. അപ്പൊ വർഗീസേ, ഞാനങ്ങ് പോവാൻ കേട്ടോ. എന്നോട് എന്താണ് പറഞ്ഞത്? സാധനങ്ങൾ പാക്ക് ചെയ്യാനല്ലേ? അന്നെന്താ ഒന്നാലും പാക്ക് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ഒരുത്തര പട്ടിനെ തല്ലും പോലെ തല്ലു കണ്ടിട്ട് നോക്കിക്കാണ് നായ്ക്കളെ. പോയടാ. അയ്യോ എന്റെ ഭഗവാനെ, എന്റെ ഈശ്വര, എന്തൊക്കെയായി കാണുന്നത്? ഇനിയും ചിലതൊക്കെ കാണേണ്ടി വരും നമുക്ക് ഈ കോളനിയിലുള്ളവർക്ക്. നമുക്ക് 45 ദിവസത്തെ അടിവരയിട്ട മേനോനില്ലേ, അയാളുടെ മാനാത്ര ഈ അച്ചുവൻകുട്ടി.